നിതിൻ രാജന്റെ ജന്മനാടായ തിരുവനന്തപുരം നെടുമങ്ങാട് പ്രതിഷേധം ഇരമ്പി. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് KSRTC സർവീസുകൾ വ്യാപകമായി തടഞ്ഞു. നഗരത്തിലെ പ്രധാന റോഡുകൾ ഗതാഗത തടസ്സം ഉണ്ടായി. നഗരത്തിലെ പ്രധാന ഭാഗമായ തമ്പാനൂരിൽ രാവിലെ 6 മുതൽ ഹർത്താൽ അനുകൂലികൾ ബസ് തടഞ്ഞു. പോലീസ് സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും മുൻകൂട്ടി പ്രഖ്യാപിച്ച ഹർത്താലിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് സമരക്കാർ നിലപാടെടുത്തു. സമരത്തെ പൊളിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ എത്രയോ ഹർത്താലുകൾ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്ന ഈ ഹർത്താലിൻ്റെ അന്ന് വാഹനങ്ങളൊന്നും തന്നെ നിരത്തിറക്കാറില്ല. ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ തടഞ്ഞിട്ടതോടെ യാത്രക്കാർ കുടുങ്ങി. നഗരത്തിലെ പ്രധാന റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. ഒരുപാട് സമയം കൊണ്ട് രാവിലെ വന്നത്, മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി വന്നത്, ആശുപത്രി പോകാൻ. അപ്പോഴും പോണില്ല, തിരിച്ച് ഇത്തിരി വീടെത്തിയാൽ മതി. കുറേ നേരം പിടിച്ചിട്ടിരിക്കുകയാണ്. അറിഞ്ഞിരുന്നില്ല ഹർത്താലാണെന്ന് അറിഞ്ഞിരുന്നില്ല. അതിന് ബസ്സുകളൊക്കെ ഓടുന്നു വിചാരിച്ചു, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതായിരിക്കും. 11 മണിയോടെ സമരസമിതിയുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നീങ്ങി. കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് കണിയാപുരം പള്ളിപ്പുറം ഭാഗങ്ങളിലാണ്. ദേശീയപാത ഉപരോധിച്ചതോടെ കഴക്കൂട്ടം മുതൽ ആറ്റിങ്ങൽ വരെ വാഹനങ്ങളുടെ നീണ്ട നിര. കിളിമാനൂർ രാജധാനി കോളേജിൽ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തുന്ന എൻട്രൻസ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾ റോഡിൽ കുടുങ്ങി. 320 കുട്ടികൾ പരീക്ഷ എഴുതേണ്ടിടത്ത് ഹാജരായത് 120 കുട്ടികൾ മാത്രം. അവരിലേക്ക് ഒരു വണ്ടികളും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വാഹനങ്ങളൊക്കെ എക്സാം എന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർ വിട്ടില്ല. വന്ന് ഞങ്ങൾ 6 മണിക്ക് ബസ്സിൽ കയറിയതാ, 6 മണിക്ക് ബസ്സിൽ കയറിയതാ. അപ്പൊ പക്ഷെ ഇന്ന് ഇതൊന്നും ഉണ്ടാവില്ല എന്ന്, റോഡ് തടയിലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ബസ്സിൽ വന്നത്. പക്ഷെ ഇപ്പൊ എക്സാം ടൈം കഴിഞ്ഞു. അവിടെ വിളിച്ചപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത് VAT-ക്കാർക്ക്. നിതിന്റെ ജന്മനാടായ നെടുമങ്ങാട് അന്തർ സംസ്ഥാന ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞിട്ടു. പിന്നീട് പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കാട്ടാക്കടയിൽ വാഹനങ്ങൾ തടഞ്ഞതോടെ 2 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.